പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ താല്പര്യമുള്ളവർ, അതായത് അതിന് ശേഷിയുള്ളവർ പൈസ കൊടുത്തുകൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ലേഡീസിന് കൊടുത്താൽ കുഴപ്പമില്ല. നല്ല പൈസയൊക്കെ ഉള്ള റെഗുലർ ഇൻകം ഉള്ള ഒരു മാസം 1 ലക്ഷമൊക്കെ ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ട്, 1.5 കിട്ടുന്നവർ, അവർക്കൊന്നും അങ്ങനെ കൺസെഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ മാത്രം അവർക്ക് ആകർഷണം ഉണ്ടെന്ന് പറയുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പ്രശ്നമുണ്ടല്ലോ. എല്ലാവരും മാറി നിന്ന് ബസ് നോക്കി നിന്ന് കയറുന്ന ഒരു രീതിയിൽ പ്രവണതയിലായി രോഗികൾക്കും മറ്റുള്ളവർക്കൊക്കെ നല്ലൊരു സംവിധാനമാണ്. എന്തായാലും സന്തോഷമാണ്. എന്നും അല്ലെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായാലും തീരുമാനിച്ചുറച്ചിറങ്ങിയതല്ലേ, അതിനപ്പുറം എന്തെങ്കിലും കാണുമായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം KSRTC സ്റ്റാൻഡിന് മുൻപിലാണ്. നമുക്കറിയാം ഇവിടെ നിരവധി ഓർഡിനറി ബസ്സുകൾ കിടപ്പുണ്ട്. അപ്പം തിരഞ്ഞെടുപ്പ് സമയത്ത് UDF സർക്കാർ നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്നത്. അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ട് ഇപ്പം 15-ാം തീയതി ഒഫീഷ്യലായിട്ട് ആ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും അതുപോലെ പുരുഷന്മാരുടെയൊക്കെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ചേട്ടാ, നമ്മൾ കോൺഗ്രസ് പാർട്ടി കൊടുത്ത ഏറ്റവും വലിയൊരു വാഗ്ദാനമായിരുന്നു തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ. അപ്പോൾ അതിന്ന് ഒഫീഷ്യലി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് അർഹരായവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ലേഡീസിന് കൊടുത്താൽ കുഴപ്പമില്ല. നല്ല പൈസയൊക്കെ ഉള്ള റെഗുലർ ഇൻകം ഉള്ള ഒരു മാസം 1 ലക്ഷമൊക്കെ ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ട്, 1.5 കിട്ടുന്നവർ, അവർക്കൊന്നും അങ്ങനെ കൺസെഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കൂടുതലും ആൾക്കാർക്കത് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ലേഡീസിന് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ മറ്റ് സീനിയർ സിറ്റിസൺസിനും മറ്റുള്ള അർഹരായവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പുരുഷന്മാരെ അവഗണിച്ചു എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെയില്ല, സീനിയർ സിറ്റിസൺസിനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ലേഡീസിന് തന്നെ അത് ഇൻകം കൂടെ നോക്കണം. അവരുടെ ഇതിൻ്റെ ബാധ്യതയും കൂടെ നമുക്കാണ് വരുന്നത്. പൊതുജനങ്ങൾക്കുള്ളതാണ് ഇതിൻ്റെ ബാധ്യതയും കൂടെ വരുന്നത്. ഗവൺമെൻറ് വഹിക്കുമെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റായിട്ട് അതിൻ്റെ ബാധ്യത വരുന്നത് എല്ലാ ജനങ്ങൾക്കും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേർഡൻ വരുന്നത് എല്ലാ മനുഷ്യർക്കും വരും. അതുകൊണ്ട് ഗവൺമെൻറ് സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്കൂൾ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് യാത്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആൺകുട്ടികളുടെ കാര്യം നോക്കുമ്പോൾ അതില്ല. അപ്പോൾ അതൊരു വിവേചനമല്ലേ? അത് ആൺകുട്ടികൾക്ക് സാധാരണ കൺസെഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുത്താൽ മതി. KSRTCയിൽ ഒരു പൈസ എമൗണ്ട് അടച്ചാലേ ഉള്ളൂ അത് കിട്ടത്തുള്ളൂ. അതെ, അത് ശരിയാണ്. പിന്നെ ഇത് നമുക്കറിയാം മലബാർ മേഖലയിലൊക്കെ വളരെ കുറവാണ് ഈ ബസ്സുകൾ. അതുപോലെ തിരുവനന്തപുരത്തും വളരെ കുറവാണ്. എറണാകുളത്തും സിറ്റി സർവീസ്, ട്രിവാൻഡ്രത്താണ് അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. എല്ലാ സ്ത്രീകൾക്കും തുല്യമായിട്ട് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഈ പദ്ധതി? മുന്നോട്ട് പോകാതിരിക്കാനൊക്കത്തില്ല, കാരണം ഗവൺമെൻറ് കമ്മിറ്റഡ് ആണല്ലോ. ഇലക്ഷൻ്റെ മുമ്പ് അത് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് പിന്മാറാനായിട്ട് അവർക്കൊക്കത്തില്ല. പക്ഷേ കുറച്ചുകൂടിയൊക്കെ ആലോചിച്ചിട്ട് വേണമായിരുന്നു അങ്ങനെയുള്ളൊരു ഡിസിഷനൊക്കെ എടുക്കാനായിട്ട്. വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ബേർഡൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ചേച്ചി, ഇപ്പം നമുക്ക് സ്ത്രീകൾക്ക് സൗജന്യയാത്ര ഇപ്പം അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലെന്താണ്, സന്തോഷമാണോ? സന്തോഷം തന്നെയാണ്. രാവിലെ കിട്ടിയില്ലേലും ചിലപ്പോൾ ഇന്നും കിട്ടുമായിരിക്കും. രാവിലെ കിട്ടിയില്ലേ? അത് സെറ്റായില്ലായിരുന്നു രാവിലെ കയറിയപ്പോൾ. അത് എത്ര മണിക്കാണ് കയറിയത്? രാവിലെ 9. അപ്പം മലപ്പുഴ വരെ വരുന്ന വണ്ടിക്കായിരുന്നു കോഴഞ്ചേരിയിൽ നിന്ന് കയറിയപ്പോഴും. പിന്നെ അന്നേരം സെറ്റായില്ലായിരുന്നു, എന്തോ സെറ്റിങ്ങിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും സന്തോഷമാണ്. എന്നും അല്ലെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. അത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഈ പദ്ധതിയിൽ? എന്തായാലും തീരുമാനിച്ചുറച്ചിറങ്ങിയതല്ലേ, അതിനപ്പുറം എന്തെങ്കിലും കാണുമായിരിക്കും. പ്രതീക്ഷ കൈവിടണ്ട. ഇനി മുന്നോട്ട് ഫാസ്റ്റിലും അതുപോലെ സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കണക്കിന് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാവും. ഓർഡിനറിക്ക് കൊടുത്താലും മതി. ബസ്സിനൊന്നും ദൂര യാത്രയ്ക്കൊന്നും കൊടുത്തേക്കോ. നമുക്കറിയാം മലബാർ മേഖല അങ്ങോട്ട് വളരെ കുറവാണ് ഈ ബസ്സുകൾ. പ്ലസ് ഇതായത് കൊണ്ട് വാഹനങ്ങൾ കുറവാണ്. ഈ ഓർഡിനറി ഒന്നും ഇല്ല അവിടെ.
എന്തായാലും നല്ലൊരു ഉദ്യമമാണ്, കാത്തിരുന്ന് കാണാം പ്രതീക്ഷയോടെ. നല്ല രീതിയിലാണ് നമ്മളെല്ലാം അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. നല്ല രീതിയിൽ ഇപ്പം അതിനകത്ത് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ മാത്രം അവർക്ക് ആകർഷണം ഉണ്ടെന്ന് പറയുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പ്രശ്നമുണ്ടല്ലോ. എല്ലാവരും മാറി നിന്ന് ബസ് നോക്കി നിന്ന് കയറുന്ന ഒരു രീതിയിൽ പ്രവണതയിലായി. രോഗികൾക്കും മറ്റുള്ളവർക്കൊക്കെ നല്ലൊരു സംവിധാനമാണ് എന്നൊക്കെ നമുക്ക് പറയാനുണ്ട്. ഇനി മുന്നോട്ട് ഇത് പോകുമെന്ന് ഇപ്പോൾ 3 മാസത്തെ 100 ദിനം എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഫാസ്റ്റ് പാസഞ്ചറിലേക്കും ആക്കണമോ, ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഇപ്പം ജീവനക്കാരുടെ ശമ്പളമുണ്ട്, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ സർക്കാർ ഇതിനെ എങ്ങനെ ഇത് തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നു, അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് പറയാവുന്നതാണ്. ദൈനംദിന കാര്യങ്ങളും KSRTC നടക്കണമല്ലോ. അപ്പം ഈ പൈസ ഇല്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അത് സർക്കാർ പുതിയ സംവിധാനങ്ങൾ എങ്ങനെയാണ്, ടാക്സ് ആണോ എന്താണെന്ന് അറിയില്ല, അത് കണ്ടുപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്താണ് നല്ല പ്രതികരണമാണ്, എല്ലാവരും സഹകരിക്കുന്നുണ്ട്, ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഓക്കെ. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ഗവൺമെൻറ് ജോലിയിലുള്ള സ്ത്രീകളൊക്കെ ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ട സ്ത്രീകളിലേക്ക് എത്തുന്നില്ലെന്നൊരു വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഗവൺമെൻറ് ജോലിക്കാരും അതുകൂട്ട് ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിനകത്ത് ആനുകൂല്യം കൈപ്പറ്റുക എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്കും ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അവരത് ഇല്ലാതാകാൻ തയ്യാറാകിയല്ലോ, അവരും സൗജന്യമായിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് അവരും ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണേലും നല്ല പരിപാടിയാണെന്ന്. ഇനി എത്ര നാൾ ഇത് മുമ്പോട്ട് പോകും, എങ്ങനെ നിലനിൽക്കുമെന്ന് അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ ഒക്കില്ല. സർക്കാർ തീരുമാനങ്ങൾ കൂട്ടിരിക്കും. ഇപ്പം മലബാർ മേഖല ആ ഒരു ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ വളരെ കുറവാണ് ബസ്സുകൾ. അവിടെ വണ്ടികൾ വളരെ കുറവാണ്. ഇപ്പം കുറച്ച് സർവീസും കൂടെ അയക്കുമെന്നാണ് പറഞ്ഞത്. വണ്ടികൾ കുറച്ചുകൂടെ പുതിയത് ഇറക്കാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം നമുക്ക് ചേട്ടനിപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ടോ നേരത്തെ നിന്ന് മാറി ഒരു ഇത് സൗജന്യയാത്ര അനുവദിച്ചതിന് ശേഷം? ഇല്ല, നമുക്ക് അതിനെക്കുറിച്ച് എന്ത് പറയാനോ. നമുക്ക് നല്ല കാര്യങ്ങളായിട്ട് കാണുന്ന ജനങ്ങളെല്ലാം തിരക്കുണ്ട്. വനിതകളാണ് ഇഷ്ടം പോലെ കയറുന്നത്, പുരുഷന്മാർ മാറി നിൽക്കുന്നു. പിന്നെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കൂടെ വരാനുണ്ട് ഇതിനകത്ത്. ഇപ്പം കുറേ ആണുങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്ത്രീകൾക്കല്ലാതെ പ്രവേശനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കറക്റ്റായിട്ടും കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാൻ മേലാതെയുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്, നല്ല രീതിയിൽ വരട്ടെ. ഓക്കെ. നല്ലൊരു അതായത് നല്ല രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ താല്പര്യമുള്ളവർ, അതായത് അതിന് ശേഷിയുള്ളവർ പൈസ കൊടുത്തുകൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും മുമ്പോട്ട് പോകുമ്പോഴുള്ള സമയങ്ങളിൽ. അതായത് അതിന് താല്പര്യമുള്ളവർ അങ്ങനെ കൊടുക്കുക, ഇല്ലാത്തവർക്ക് ആ രീതി പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള അതെ 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 അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിവിടെ നല്ലതായിരിക്കും. അത് നമ്മൾ ജനങ്ങളാണ് മനസ്സ് വെച്ച് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അത് അങ്ങനെ പോകത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോട്ടെ, എല്ലാവരും എന്ത് ചെയ്യാനായിട്ടാണ്. പിന്നെ ആണുങ്ങൾ അത് അവരുടെയും കൂടെ ഒരു കാര്യം പരിഗണിക്കേണ്ടതാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരുമാസപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഫ്രീ ആക്കണം. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഇത് വേണമല്ലോ, മൊത്തത്തിൽ ഒരു ഇതായിട്ട് നിൽക്കണം എങ്കിലേ ഉള്ളൂ. പിന്നെന്താ, സ്കൂൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള യാത്രയാണ്, പക്ഷെ അതുപോലെ ആൺകുട്ടികൾക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ അതൊരു പാർശ്വവൽക്കരണമായിട്ട് തോന്നുന്നില്ലേ? ഉണ്ട് 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 തീർച്ചയായിട്ടും. കാരണം സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് എല്ലാവരും തുല്യതല്ലേ. അവർ ആരും ഇപ്പം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർക്ക് വരുമാനമായിട്ട് പ്രത്യേകിച്ച് മാർഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവർ മൊത്തത്തിൽ അത് ഫ്രീ ആക്കേണ്ട ഒരു അവസ്ഥ ചെയ്യണം. അതായത് കോളേജിലാണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും പ്ലസ് 2 ആണെങ്കിലും അവരെല്ലാം തുല്യമായിട്ട് തന്നെ പോകുന്നത്. അപ്പം അത് മൊത്തത്തിൽ അവർക്ക് ഫ്രീ ആക്കേണ്ടതാണ് ഇതിനകത്ത്. നമുക്കറിയാം മലബാർ മേഖലയിലോട്ട് നോക്കുമ്പോൾ വളരെ കുറവാണ് ഓർഡിനറി ബസ്സുകൾ. ഇവിടെ ഇതുപോലെ തിരുവനന്തപുരത്തൊക്കെയാണ് കൂടുതൽ. അപ്പോൾ അതൊരു വിവേചനമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട് 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 അതിൻ്റെ കാര്യത്തിൽ ഇവിടെ ബസ്സിൻ്റെ റൂട്ടിൻ്റെ കാര്യത്തിലൊരു ഏകീകരണം പറയണം. എന്താണെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ചെറിയ റൂട്ടുകളിലൊന്നും ഇല്ല. ഉള്ളിൽ ഗ്രാമങ്ങളിൽ ഇവിടെയൊക്കെ തന്നെ പറയുവാണെങ്കിൽ ഈ കല്ലറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വളരെ കുറവാണ് വണ്ടി, വളരെ കുറവായിട്ടാണ് വണ്ടികൾ പോകുന്നത്. ഇത് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയാൽ നല്ലതാണ്. പിന്നെ വേറെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു നഷ്ടത്തിൻ്റെ ആ ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നുള്ള ഇത് അറിയത്തില്ല. പിന്നെ ഇവർ പറഞ്ഞ പ്രഖ്യാപനം അനുസരിച്ച് ഫാസ്റ്റ് പാസഞ്ചർ എല്ലാ ബസ്സുകളിൽ നിന്നുമാണ് ഇവരുടെ ഇലക്ഷൻ ഇവർ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഓർഡിനറിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു ഇതുണ്ട്, അപാകതയുണ്ട്. അത് മൊത്തത്തിൽ എല്ലാത്തിലും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും, നല്ല കാര്യമായിരിക്കും. എന്തായാലും ഇവരിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റത്തില്ലേ, പുറകോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എന്താണ് KSRTC ഇപ്പോൾ സൗജന്യയാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇന്ന് അത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല കാര്യമല്ലേ, നല്ല കാര്യം. ഇതിപ്പോൾ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഈ പദ്ധതി? ഇത് സർക്കാരല്ലേ നോക്കേണ്ടത്. അപ്പം മുന്നോട്ടിപ്പോൾ സൂപ്പർ ഫാസ്റ്റിലൊക്കെ വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ പ്രാബല്യത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ, അതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ചേച്ചി, ഇപ്പോൾ നമുക്കറിയാം KSRTCയുടെ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചിരിക്കുകയാണ്. അപ്പം അതിനെ എങ്ങനെയാണ് ചേച്ചി നോക്കിക്കാണുന്നത്?
നല്ലൊരു കാര്യമാണ് ഇത്. പൈസയൊക്കെ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ, എല്ലാ കാര്യവും നടക്കണ്ടേ. അപ്പോൾ ഇനി മുന്നോട്ട് അതായത് ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ ഈ ആനുകൂല്യം വേണമെന്ന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചെന്നാൽ താല്പര്യമുണ്ട്, പക്ഷേ സർക്കാർ ബുദ്ധിമുട്ടാത്ത കാര്യങ്ങളെല്ലാം പോകണം. അപ്പോൾ ഇത് നിലവിൽ ഈ സൗജന്യയാത്ര അനുവദിച്ചതിൽ ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത്. സന്തോഷമുണ്ട്. അല്ല, സ്ത്രീകൾക്കുള്ളത് സാധാരണപ്പെട്ടവർക്ക് നല്ല കാര്യമാണ്. സാധാരണ പക്ഷേ ഈ ശമ്പളം മേടിക്കുന്നവർക്കെല്ലാം അങ്ങനെ സൗജന്യം കൊടുക്കുന്നത് കൂടുതലും നഷ്ടം വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടെന്നാണ് പറയുന്നത്, പെൺകുട്ടികൾക്ക്. പക്ഷേ ആ കൂടെ ആൺകുട്ടികളും കൂടെ ഉണ്ട്, അവർക്ക് ടിക്കറ്റ് എടുക്കണം. ഇത് രണ്ട് വിവേചനമാണ്. അതുപോലെ തന്നെ എല്ലാ വണ്ടിക്കും സൗജന്യമാണെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഇപ്പോൾ ഓർഡിനറിക്ക് മാത്രമേ ഉള്ളൂ. പതിയെ ഫാസ്റ്റിലോട്ടൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. നടക്കുന്ന കാര്യമൊന്നുമല്ല അതവർ ചുമ്മാ പറയുന്നത്. ഇവരുടെ വാഗ്ദാനങ്ങളാണല്ലോ എല്ലാം. ഇവരുടെ ഒരു വാഗ്ദാനം നടപ്പിലാക്കിയിട്ടില്ല. ഇതിപ്പോൾ ഇനി ഓർഡിനറി എല്ലാവരും നിർത്തലാക്കും. ഇപ്പം നമുക്കറിയാം മലബാർ മേഖല ആ വശത്തോട്ട് നോക്കുകയാണെങ്കിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണ് വളരെ രീതിയിൽ. മലപ്പുറത്തൊക്കെ തീരെ കുറവാണ്. മലപ്പുറം അതുപോലെ അങ്ങോട്ടുള്ള തീരെ കുറവായി ഉള്ളത്. തിരുവനന്തപുരം ഇതുപോലെ തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഓർഡിനറി കൂടുതൽ. ഇവിടെയൊക്കെ കുറച്ച് കൂടുതലുണ്ട്, പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാ സ്ത്രീകൾക്കും അത് ഫലഭാഗത്താകുന്നില്ല. അത്രയേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്.